ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ. അപ്പോൾ ഇത് രാവിലെ തന്നെ കുറച്ച് നെയ്ച്ചോറും മുട്ടക്കറിയും കഴിച്ച് തുടങ്ങിയതാട്ടോ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഒരു യാത്ര പോയ കഥ. ഇപ്പോൾ ഈ രാവിലെ ഞാൻ സ്കൂളിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ആ സമയത്ത് ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് മൂന്നാർ വട്ടവട റൂട്ടൊന്ന് പിടിച്ചാലൊന്ന്. പിന്നെ ഞാൻ മീനുവിനെയും ദേവുവിനെയും ആരോമലിൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ കൊണ്ടുപോയി എന്തായാലും യാത്രയാവും. ഇതേ നേരെ ഗൂഗിളിൻ്റെ ബൊലേറോ എടുത്തിട്ട് ഒറ്റ യാത്ര. പിന്നെ ഞങ്ങൾ മൊത്തം ഒരു 5 ആളുണ്ട് കേട്ടോ. ഈ ബൊലേറോയ്ക്ക് ഒത്തിരി കഥകൾ പറയാനുണ്ട്. ഞങ്ങൾ ഗോവയിൽ കൊണ്ടുപോയി കറക്കി കൊണ്ടുവന്ന ബൊലേറോയാണ്. പിന്നെ ഞങ്ങളുടെ എല്ലാ യാത്രയിലും ഞങ്ങളുടെ കൂട്ടിലൊരു ബൊലേറോ കേട്ടോ. നിലവിലിപ്പോൾ മൂന്നാർ റൂട്ടിലെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റില്ല. ചിലപ്പോൾ നല്ല മഴയായിരിക്കും, ചിലപ്പോൾ മഴയേ കാണില്ല. അപ്പോൾ എന്താണെന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്, മഴയൊന്നുമില്ല എന്നാലും നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതേ പനകുട്ടി ചെക്ക് പോസ്റ്റിൽ വന്നു. ഈ വഴിയായിട്ട് നമ്മൾ വന്നേ. ഇതേ ആ വഴി ഇപ്പോൾ നേരെ പുറകോട്ട് കിടക്കുന്ന വഴി നേരെ എറണാകുളം, ഈ വഴി നേരെ അടിമാലി റൂട്ട്. പിന്നെ ഇതേ കല്ലാറുട്ടി ഡാമിൻ്റെ അവിടെയൊക്കെ വന്നു. ഡാമിൻ്റെ ഷട്ടറുകൾ 2 തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡാം അത്യാവശ്യം നല്ല ഫേമസ് ആട്ടോ. ഇവിടെ മീൻ പിടിക്കുന്ന വീഡിയോ ഒക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. കല്ലാറുട്ടി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നപ്പോൾ എന്നും പറഞ്ഞ ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമായിട്ടോ. ഈ ഡാമിന് തീരെ ഉയരമില്ല, അതായത് ചെളിയായിരിക്കും ഫുള്ള്. പിന്നെ ഇതിപ്പോൾ കല്ലാറുട്ടി ടൗൺ. ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയ അടിമാലി റൈറ്റ്. പിന്നെ അവിടെ നിന്ന് ചെറിയ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ പിടിച്ച് നേരെ ചെങ്കുളം ഡാമിൽ വന്നു. ചെങ്കുളം ഡാമിൽ അത്യാവശ്യം ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതാട്ടോ. ഇതിൻ്റെ ഒരു സൈഡ് വെള്ളവും മറു സൈഡിൽ വെറുതെ തരിശ് ഭൂമിയോ കേട്ടോ. ഇത് ആനച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തിന് തൊട്ട് മുമ്പ് ഒരു ഡാമാണ് കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ ഓഡിയോ മാത്രമേ കേൾക്കുള്ളൂ, ഞാൻ സംസാരിക്കുന്ന മാത്രമേ കേൾക്കുള്ളൂ. കൂട്ടുകാരൊക്കെ കൂടെ പോകുമ്പോൾ എന്തൊക്കെ വർത്തനങ്ങൾ പറയുന്നതും എന്തൊക്കെ തെറികൾ പറയുമെന്ന് അറിയാലോ. അപ്പോൾ എല്ലാവരും ബീപ്പ് സൗണ്ടിൽ മാത്രം കേൾപ്പിക്കാനേ പറ്റുള്ളൂ. അതിലും ഭേദം ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ കറങ്ങി തിരിഞ്ഞ് ചിത്തിരപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. ചിത്തിരപുരം സ്ഥലം അത്യാവശ്യം നല്ല ഫേമസ് ആട്ടോ. ആ കഴിഞ്ഞ ദിവസം ഒരു ആന ഇങ്ങനെ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ പോലെ ഇങ്ങനെയൊക്കെ വരുന്നൊരു വീഡിയോ ഒക്കെ നല്ല ഫേമസ് ആയിരുന്നു ഹെലിക്യാമിൽ. പിന്നെ അവിടെ തോട്ടം തൊഴിലാളികൾ കൊള്ളുന്നുള്ള പരിപാടിയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. കുറേ പേര് എനിക്ക് ടാറ്റ തന്നു, കുറേ പേര് ഹായ് ഒക്കെ പറഞ്ഞു കേട്ടോ. എന്തായാലും നല്ല സ്നേഹമുള്ള ആൾക്കാർ വരുമ്പം നല്ല തണുപ്പും നല്ല മഞ്ഞും കയറി വരുന്നുണ്ട് കേട്ടോ. താഴത്തേക്ക് നല്ല തെളിച്ചവും മുകളിലേക്ക് നല്ല മഞ്ഞും. അതാണ് ഈ മൂന്നാറിൻ്റെ പ്രത്യേകത. മൂന്നാറിലേക്ക് എത്തുമ്പോൾ നല്ല മഞ്ഞും നല്ല മഴക്കാറും, നല്ല അത്യാവശ്യം നല്ലതായിട്ട് പൊടിമഴയും പെയ്യുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് തൂളുന്നുണ്ട് മഴ. പിന്നെ ഈ മൂന്നാർ അടിമാലി റൂട്ട് വഴി പൊടിയുന്ന നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ അടിമാലി റൂട്ട് വരാത്തത് കൊണ്ട് നമുക്ക് അത്രയും ബ്ലോക്ക് കിട്ടിയില്ല. ചെറിയ ചെറിയ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ അത് കിട്ടില്ലേ. മുകളിൽ മൊത്തം യൂക്കാലി മരങ്ങളാണ്, ഫുള്ള് മഞ്ഞിൽ കുളിച്ച് നിൽക്കും കേട്ടോ. ഇതിപ്പോൾ ഈ പഴയ മൂന്നാറിലെത്തി. നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ ടൗണിൽ നിന്ന് കേട്ടോ തിരിഞ്ഞ് പോകേണ്ടത്. അവിടെ നിന്ന് റൈറ്റ് പോകണം. ഇപ്പോൾ ഇത് പുതിയ മൂന്നാർ ടൗൺ. പഴയ മൂന്നാർ ടൗണിനേക്കാളും തിരക്കും കാര്യങ്ങളൊക്കെ പുതിയ മൂന്നാർ ടൗൺ ആണല്ലോ. ഇവിടെ നിന്ന് ലെഫ്റ്റ് റൂട്ട് പോയി കഴിഞ്ഞാൽ മറയൂർ, കാന്തല്ലൂർ ആ റൂട്ടിലേക്ക് പോകും. റൈറ്റ് പോയി കഴിഞ്ഞാൽ ഈ നമുക്ക് പോകാനുള്ള വട്ടവടയും എല്ലപ്പെട്ടിയും ആ റൂട്ട് അതങ്ങനെ അങ്ങ് പോകും കേട്ടോ. പിന്നെ ഇതാട്ടോ ഇവിടുത്തെ മൂന്നാർ ബസ് സ്റ്റാൻഡ്. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിരുന്നു. രാവിലെ ഒരു 12 മണി ഏറെക്കുറെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാനുള്ള പരിപാടി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് സേഫായിട്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഫുഡാട്ടോ. പിന്നെ അവിടെ നേരെ മാട്ടുപ്പെട്ടി റൂട്ട് പിടിച്ചു കേട്ടോ. ഇത് പുതിയ തേയില ഇടുന്നതിൻ്റെ ഭാഗം കേട്ടോ. പുതിയ തേയിലത്തോട്ടം പ്ലാന്റേഷൻ തുടങ്ങുന്നതാണ്, ചെറിയ തൈകളൊക്കെ വെച്ചിട്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ പോകുമ്പം അത്യാവശ്യം നന്നായിട്ട് തണുപ്പ് കൂടി വരുന്നുണ്ട്. ഏറെക്കുറെ ഒരു 16-17 ഡിഗ്രി ആയിരിക്കും ഇപ്പോൾ ഇവിടെ തണുപ്പ്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ മാട്ടുപ്പെട്ടി റൂട്ടിന് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു ഫോട്ടോ പോയിൻ്റ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലം കേട്ടോ ഇത്. ഒരുപാട് കടകളും കച്ചവടക്കാരും പിന്നെ അത്യാവശ്യം ഗസ്റ്റുകളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം കേട്ടോ. നല്ല പച്ചപ്പട്ട് വിരിച്ച പോലത്തെ ഒരു തേയിലത്തോട്ടം, അതാട്ടെ ഈ സ്ഥലത്തിൻ്റെ പ്രധാന ആകർഷണം. എന്തായാലും നല്ല വൈബ് സ്ഥലം. മലമുകളൊക്കെ ഫുള്ള് മഞ്ഞിലും താഴെ ഫുള്ള് തേയിലത്തോട്ടവും, നല്ല വൈബ്. പിന്നെ ഇതേ ഞങ്ങൾ സ്പൈറൽ പൊട്ടറ്റോ മേടിച്ചു. പിന്നെ ഇവിടെ ഒരുപാട് സമയം നിൽക്കാൻ പറ്റില്ല കേട്ടോ, പോലീസ് പെറ്റി തരും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് വണ്ടി പാർക്കിങ്ങിൽ കറക്റ്റ് അല്ലെങ്കിൽ. പിന്നെ ഇതേ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിൽ വന്നിട്ടോ. ഈ ഡാമിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ. എന്താ പറയുക, ഷട്ടറും ഉയർത്തി വെച്ചിട്ടുണ്ട്. ബോട്ട് സവാരിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഡാമിൻ്റെ മുകളിൽ ഒട്ടും വീതി ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് വരാൻ ചാൻസ് ഉള്ള ഏരിയ കേട്ടോ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിൽ നിന്ന് നേരെ വട്ടവട പോകുന്ന ആൾക്കാർ മൂന്നാറിൽ നിന്ന് പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ ഫില്ല് ചെയ്തിട്ട് പോകണം. ഇല്ലെങ്കിൽ വഴിക്കെങ്കും പമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് സേഫായിട്ട് നോക്കിയിട്ട് വേണം പെട്ടോ പോരാൻ. പിന്നെ നേരെ തേയിലക്കാടിനുള്ളിലേക്കൊരു യാത്ര. എന്തായാലും വട്ടവട മൂന്നാർ റൂട്ട് അടിപൊളി കേട്ടോ. വേറെ വൈബ്, എന്താ പറയുക, മഞ്ഞും നല്ലപോലെ ചെറിയൊരു ചാറ്റൽ മഴയും കൂടെ ഉണ്ടെങ്കിൽ വേറെ ലെവല്. അപ്പോൾ നമ്മളിതേ മറ്റേ നമ്മുടെ വട്ടവടയ്ക്ക് തിരിയുന്നതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അതായത് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ കണ്ടില്ലേ. ഇവിടെ നിന്ന് ഇനിയൊരു 5 കിലോമീറ്ററോളം വണ്ടി നിർത്താൻ പാടില്ലെന്നാണ് അവർ പറയുന്നത്. കാട്ടുപോത്തും ആനയില്ല ഇവിടെ, ഈ കാട്ടിൽ മാത്രം ആനയില്ല. പിന്നെ കാട്ടുപോത്തുണ്ട്, കാട്ടുപന്നി, അങ്ങനെ ഒത്തിരി മൃഗങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മളിതേ വണ്ടി നമ്പറും ആൾക്കാരുടെ എണ്ണമൊക്കെ എഴുതി വെക്കണം. വൈബാട്ടോ. ഈ വഴി ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇത് നമ്മുടെ പാമ്പാടും ശോല അങ്ങോട്ടുള്ള റൂട്ടാട്ടോ. ഇവിടെ നിന്ന് ഒരു 40-50 കിലോമീറ്റർ എങ്ങാണ്ടാണ് എയർ ഡിസ്റ്റൻസ് കൊടൈക്കനാലിലേക്കുള്ളൂ. ഇത് സ്ഥലം കേട്ടോ. ഇനി അങ്ങോട്ട് ഫുള്ള് കാട്, ഒരു 5 കിലോമീറ്റർ ഫുള്ള് കാട്.
പിന്നെ ഒരു കുറേ ദൂരം കാട്ടിക്കൂടെ വന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നല്ല കിടിലം വെളിച്ചമുള്ളൊരു സ്ഥലത്തേക്ക് വരും. നല്ല പുൽമേടും നല്ല അടിപൊളി ഒരു പ്ലേസ്. ഇറങ്ങി നിൽക്കാനൊക്കെ തോന്നും, ഇറങ്ങരുത്, പെറ്റി വരും. അതുകൊണ്ട് അവിടെ ഇറങ്ങി നിന്ന് വലിയ ഷോ ഇറക്കരുത്. അപ്പോൾ ഇവിടെ ദേ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കാട്ടുപോത്തും മറ്റു മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയ. അപ്പം ഏത് നിമിഷവും ഇതുങ്ങളുടെ അറ്റാക്ക് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങി നിൽക്കാൻ വേറെ റൂൾസൊന്നുമില്ല. അപ്പോൾ ദേ ഇവിടെ ഒരു ചെറിയ കെട്ടിടം, സർക്കാരിൻ്റെ എന്തോ പരിപാടി കേട്ടോ, പ്രകൃതി പഠന കേന്ദ്രം അങ്ങനെ എന്തൊക്കെ പറഞ്ഞ സംഭവം. പക്ഷേ അവിടെ കുറേ ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം അത്യാവശ്യം ആ പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിക്കുന്നു. ഒരു 1.5 വർഷം മുമ്പ് പോയി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ കാണിച്ച സ്ഥലത്ത് കാട്ടുപോത്ത് നിൽക്കുന്നത് കണ്ട അപ്പോൾ ഇറങ്ങാൻ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മുടെ ഈ യൂക്കാലി മരങ്ങൾക്കിടയിലൂടെ പോയിട്ടോ. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. വട്ടവട ടൗണിൻ്റെ ഒരു ചെറിയൊരു കാഴ്ചയാണ്. ടൗണല്ല, അവരുടെ ഒരു കൃഷി സ്ഥലത്തിൻ്റെ കാഴ്ചയായിട്ടോ ഇത് ഭയങ്കര രസമാട്ടോ. പിന്നെ ഞങ്ങൾ മിക്കവാറും വരാറുള്ളൊരു ചായക്കടയായിട്ട് ഇവിടെ നിന്നൊരു ചായ കുടിച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ വേറെ ലെവല് പറഞ്ഞാൽ ഈ ഒരു ചായ കുടിക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് വന്ന പോലെ ഉണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങളിത് തിരിച്ച് നേരെ വിട്ടു കേട്ടോ. ഇനി എക്കോ പോയിന്റിലും കൂടെ ഒന്ന് പോകണം. അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്തിട്ട് ഞങ്ങൾ ഫുള്ള് ഇറങ്ങി നിന്നില്ല, അല്ലാണ്ട് നിന്ന് കുറേ ഫോട്ടോയും കുറേ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയപ്പോൾ കണ്ടതാട്ടോ തൊട്ടടുത്തൊരു കാട്ടുപോത്തൊന്നും കാട്ടി എന്നൊക്കെ പറയും, നമുക്കറിയില്ല കറക്റ്റായിട്ട് എന്താണെന്ന്. പിന്നെ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴാട്ടോ ഈ തൊട്ടടുത്തേക്ക് തന്നെ ഞാൻ കണ്ടതേയില്ല. ഞാൻ ശരിക്കും പേടിച്ചു ഒരു കാഴ്ച കേട്ടോ ഇത്. ഞാൻ ശരിക്കും വിറച്ചു പോയി അങ്ങനെ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും. എന്തായാലും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ താഴത്തേക്കും മുകളിലേക്കൊക്കെ ആയിട്ട് ഒരുപാട് കാട്ടുപോത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നേരെ ടോപ്പ് സ്റ്റേഷനാട്ടോ പോയത്. ടോപ്പ് സ്റ്റേഷനിൽ വേറെ ഒന്നും കാണാനില്ല. ഒരു മലയുടെ ടോപ്പിൽ നിന്ന് കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ കുറേ കാട്ടുകുരങ്ങന്മാരും കുറേ കുന്നും മലയും മാത്രം. പിന്നെ തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം കേട്ടോ. അവിടെ ഈ തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗങ്ങൾക്ക് നല്ല നമ്മുടെ വിൻമില്ലും കാര്യങ്ങളെല്ലാം മാത്രം കാണത്തുള്ളൂ. വേറെ ഒന്നും തന്നെ അവിടെ നിന്ന് കാണത്തില്ല. ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ മഞ്ഞ് കയറിയിട്ട് ഒന്നും കാണാത്ത അവസ്ഥയായിരുന്നു. പിന്നെ കുരങ്ങന്മാരുടെ ശല്യം ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര അക്രമകാരികളും കൂടെ കേട്ടോ ഇവിടുത്തെ കുരങ്ങന്മാർ. പിന്നെ ആകെയുള്ള സമാധാനം കുറേ പട്ടി ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഓടിച്ചുകൊണ്ട് നടന്നോളും കുരങ്ങന്മാരെ. പിന്നെ എൻ്റെ ചെറിയൊരു സംശയം, ഇതാണ് ഈ നീലഗിരി മലനിരകൾ, എന്താ പറയുക, മൊത്തം നീല കളർ. അതുകൊണ്ട് ചോദിച്ചോട്ടോ, എനിക്കറിയാൻ പാടില്ല, ആരും ഏറി കയറ്റരുത്. പിന്നെ അതിനുള്ളിൽ കൂടെ കുറേ ഉള്ളിലേക്ക് അങ്ങ് പോയി കേട്ടോ. വേറെ ഒന്നും തന്നെ കാണാനില്ല, കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു പാവക്കുട്ടി നിൽക്കുന്നു. പിന്നെ നോക്കിയപ്പോഴാണ് പാവയല്ലായിരുന്നു, ഒരു പൊമറേനിയൻ പട്ടിക്കുട്ടിയായിരുന്നു കേട്ടോ. അത് ആദ്യം പാവയാണെന്ന് വിചാരിച്ചു, ഒരു അനക്കവും ഇല്ലാണ്ട്. പിന്നെ അത് ഇവിടെ നിന്ന് അങ്ങോട്ട് തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതില്ലേ ആൾക്കാർ കയറി നിൽക്കുന്ന ഇതിൻ്റെ താഴത്തേക്ക് ഭയങ്കര കൊക്കയാണ്. എന്തിനിവിടെ പോയി നിൽക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ അവിടെ ഒത്തിരി നേരം നിന്നൊന്നുമില്ല കേട്ടോ. നേരെ വീട്ടുകാർക്ക് വേണ്ടി കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് പതുക്കെ നടന്നു. അങ്ങനെ എന്തായാലും കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ, ഒരു 500 മീറ്റർ നടക്കാനുണ്ട്. പിന്നെ ഞങ്ങൾ മൂന്നാർ ടൗണിലേക്ക് എത്താറായി. അത്യാവശ്യം നല്ല മഞ്ഞും നല്ല തണുപ്പും ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൂന്നാർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഫുള്ള് മഞ്ഞ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.